നമസ്കാരം. ലോകത്തിലെ ഏറ്റവും അപകടകരവും ആനന്ദകരവുമായ തീർത്ഥയാത്ര ഏതെന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം തേടി രണ്ടാമതൊരു കാര്യം കൂടി സെർച്ച് ചെയ്യേണ്ടതില്ല. മഞ്ഞിൽ രൂപം കൊള്ളുന്ന ശിവലിംഗം സ്ഥിതി ചെയ്യുന്ന സമുദ്രനിരപ്പിൽ നിന്ന് 12,756 അടി ഉയരത്തിലുള്ള ഹിമവാന്റെ മടിത്തട്ടിലുള്ള ആ ക്ഷേത്രം കാണാനായുള്ള ഒരു യാത്ര. ശിവൻ തൻ്റെ അമരത്വത്തിൻ്റെ രഹസ്യം പാർവതിക്ക് വെളിപ്പെടുത്തിയ ഇടം എന്ന് വിശ്വസിക്കപ്പെടുന്ന സ്ഥലം. ഒരു ഭാഗത്ത് ഭീകരാക്രമണ ഭീതി, മറുഭാഗത്ത് ഹിമവാന്റെ ചെങ്കുത്തായ മലനിരകളിൽ കാല് തെന്നുമോ എന്ന ഭീതി, ഒപ്പം മഞ്ഞുവീഴ്ചയും ഹിമാനികളും സൃഷ്ടിക്കുന്ന തടസ്സങ്ങളും. മരണം ഏത് നിമിഷവും ഒപ്പമുള്ള യാത്ര, തിരിച്ചു വരുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്ത യാത്ര. എന്നിട്ടും അവർ ശിവശക്തിയിൽ വിശ്വസിച്ച് ആ മഹായാത്രയിൽ പങ്കെടുക്കുന്നു. അതാണ് ഹിമാലയത്തിലൂടെയുള്ള അമർനാഥ് യാത്ര. ഇസ്ലാം മതവിശ്വാസികളുടെ ഹജ്ജ് കർമ്മം പോലെ ഹിന്ദു മതവിശ്വാസികളുടെ സമ്പൂർണ്ണ മോക്ഷയാത്ര. ശ്രീനഗറിൽ നിന്ന് 141 കിലോമീറ്റർ അകലെ ഹിമാലയൻ മലനിരകളിൽ 3880 മീറ്റർ ഉയരത്തിലാണ് അമർനാഥ് ഗുഹാക്ഷേത്രം. ജമ്മു കാശ്മീരിലെ അനന്ത്നാഗ് ജില്ലയിലാണ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. കഠിനമായ കാലാവസ്ഥയും ഹിമാലയൻ ഭൂപ്രകൃതിയും കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും അപകടകരമായ യാത്രകളിലൊന്ന് കൂടിയാണിത്. പ്രകൃതി നിർമ്മിതമായ ഈ ഗുഹാക്ഷേത്രം വർഷത്തിൽ കൂടുതൽ സമയവും മഞ്ഞ് മൂടിയ നിലയിലാണ് കാണപ്പെടുന്നത്. സർക്കാരിൽ നിന്ന് മുൻകൂട്ടി പ്രത്യേക അനുമതി ലഭിച്ചവർക്ക് മാത്രമേ ഇവിടം സന്ദർശിക്കാനാവുകയുള്ളൂ. വർഷത്തിൽ 30 മുതൽ 40 ദിവസം വരെയാണ് ഇവിടെ തീർത്ഥാടനത്തിന് എത്തുവാൻ സാധിക്കുക. ഈ വർഷത്തെ അമർനാഥ് യാത്രയ്ക്ക് ജൂലൈ 3 ഔദ്യോഗികമായി തുടക്കമായിട്ടുണ്ട്. ജമ്മു കാശ്മീർ ലഫ്റ്റനന്റ് ഗവർണർ മനോജ് സിൻഹ ജമ്മുവിൽ നിന്നുള്ള 5880-ലധികം തീർത്ഥാടകരുടെ ആദ്യ ബാച്ചിനെ ഫ്ലാഗ് ഓഫ് ചെയ്തു. ശക്തമായ സുരക്ഷാ ക്രമീകരണത്തിലാണ് യാത്ര സംഘടിപ്പിക്കുന്നത്. തീർത്ഥാടകരെ 3880 മീറ്റർ ഉയരമുള്ള അമർനാഥ് ഗുഹാക്ഷേത്രത്തിലേക്ക് 2 വഴികളിലൂടെയാണ് കടത്തിവിടുക. അനന്ത്നാഗ് ജില്ലയിലെ നുൻവാൻ പഹൽഗാം റൂട്ടും ഗാണ്ടർബാൽ ജില്ലയിലെ ബാൽട്ടാൽ റൂട്ടുമാണ് അമർനാഥിലേക്കുള്ള വഴികൾ. ഇതിൽ നുൻവാൻ പഹൽഗാം റൂട്ട് 48 കിലോമീറ്റർ ദൈർഘ്യമേറിയ പാതയാണ്. താരതമ്യേന എളുപ്പമുള്ള റൂട്ടാണ് ഇത്. എന്നാൽ ബാൽട്ടാൽ റൂട്ടിന് 14 കിലോമീറ്റർ നീളം മാത്രമേ ഉള്ളൂവെങ്കിലും കഠിനമേറിയ പാതയാണിത്. സമയക്കുറവുള്ളവർ ഈ റൂട്ടാണ് സാധാരണയായി തിരഞ്ഞെടുക്കാറുള്ളത്. 2025 അമർനാഥ് യാത്രയ്ക്കായി ഇതുവരെ 3,31,000-ലധികം ഭക്തർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത്തവണ ഇരട്ടി സുരക്ഷയാണ് അമർനാഥ് യാത്രയ്ക്ക് ഒരുക്കിയിരിക്കുന്നത്. മഞ്ഞുകൊണ്ടുള്ള ശിവലിംഗമാണ് അമർനാഥ് ക്ഷേത്രത്തിലെ പ്രത്യേകത. അമർനാഥ് ഗുഹാക്ഷേത്രം മനുഷ്യനിർമ്മിതമല്ല, പ്രകൃതിയുടെ സംഭാവനയാണ്. മുകളിൽ നിന്ന് തുടർച്ചയായി വീണുകൊണ്ടിരിക്കുന്ന വെള്ളമുറഞ്ഞാണ് ശിവലിംഗത്തിൻ്റെ രൂപമുണ്ടായത്. ജൂലൈ ആദ്യ ദിവസങ്ങളിൽ രൂപപ്പെട്ട ഓഗസ്റ്റ് അവസാനമാകുമ്പോഴേക്കും അപ്രത്യക്ഷമാകുന്ന അത്ഭുത പ്രതിഭാസമാണ് ഇത്. ഇതിനെയാണ് ഹിമലിംഗം എന്ന് പറയുന്നത്. ഈ ഗുഹാക്ഷേത്രത്തിന് ചുറ്റും ഉയർന്ന മലകളുണ്ട്. ഉഷ്ണകാലത്ത് പോലും അവയുടെ കൊടുമുടികൾ മഞ്ഞ് കൊണ്ട് മൂടപ്പെട്ടിരിക്കും. 400 വർഷം മുൻപാണ് ഈ ഗുഹയും ലിംഗവും ശ്രദ്ധയിൽപ്പെടുകയും ആരാധന നടത്താൻ ആരംഭിക്കുകയും ചെയ്തത്. ശിവന്റെ ജടാമുടിയിൽ നിന്നും വീണ വെള്ളത്തിൻ്റെ തുള്ളികൾ 5 നദികളായി രൂപമെടുത്ത് പഞ്ചധരണി എന്ന് പേർ നേടി എന്നാണ് ഐതിഹ്യം. പഞ്ചധരണിയിൽ നിന്നും 8 കിലോമീറ്റർ അകലെയാണ് അമർനാഥ് ഹിമലിംഗ ക്ഷേത്രം. 12,729 അടി ഉയരമുള്ള ഗിരിശൃംഗമാണ് അമർനാഥ്. അമർനാഥ് ഗുഹയ്ക്ക് 100 അടി ഉയരവും 150 അടി ആഴവുമുണ്ട്. ശിവന്റെ തലയിലെ ചന്ദ്രക്കല പിഴിഞ്ഞ എടുത്ത അമൃതം കൊണ്ട് ശിവൻ ദേവന്മാരെ അമർത്യർ ആക്കി എന്നാണ് ഐതിഹ്യം. ഈ ദേവന്മാരുടെ അപേക്ഷ പ്രകാരം ശിവൻ ഹിമലിംഗമായി അവിടെ പാർപ്പുറപ്പിച്ചു എന്നും ദേവന്മാരെ അമർത്യരാക്കിയതുകൊണ്ടാണ് ശിവന് അമർനാഥ് എന്ന് പേരുണ്ടായതെന്നും വിശ്വസിക്കപ്പെടുന്നുണ്ട്. വെളുത്ത പക്ഷത്തിലെ ആദ്യ ദിവസങ്ങളിൽ ഹിമക്കെട്ടുകൾ ശിവലിംഗത്തിൻ്റെ രൂപം പ്രാപിക്കുമെന്നും പൗർണമി ദിവസം ശിവലിംഗം പൂർണ്ണ രൂപത്തിൽ എത്തുമെന്നുമാണ് വിശ്വാസം. കൃഷ്ണപക്ഷത്തിലെ ആദ്യ ദിവസം മുതൽ മഞ്ഞ് ഉരുകി തുടങ്ങുകയും അമാവാസി ദിനത്തിൽ ശിവലിംഗം അപ്രത്യക്ഷമാവുകയും ചെയ്യുന്നു. ഓരോ മാസത്തിലും ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. ശ്രാവണ മാസത്തിലെ പൗർണമി നാളിൽ ശിവൻ ഈ ഗുഹയിൽ പ്രത്യക്ഷപ്പെട്ടു എന്നാണ് ഐതിഹ്യം. അതുകൊണ്ട് തന്നെ ആ പ്രത്യേക ദിവസം ഈ ക്ഷേത്രം സന്ദർശിക്കുന്നത് കൂടുതൽ പുണ്യമാണെന്ന് കരുതപ്പെടുന്നുണ്ട്. ശ്രാവണ മാസം കഴിഞ്ഞാൽ ഉടനെ മഞ്ഞുകാലമാകും. അതുകൊണ്ട് ക്ഷേത്രം സന്ദർശിക്കുന്നതിന് ഏറ്റവും സൗകര്യപ്രദമായ കാലം ശ്രാവണ മാസമാണ്. അമർനാഥ് ഗുഹാക്ഷേത്രത്തിന് 150 അടി ഉയരവും 90 അടി വീതിയും ഉണ്ട്. ഇവയുടെ ഭിത്തികൾ ചുണ്ണാമ്പ് കല്ലുകൊണ്ടുള്ളവയാണ്.
ശാസ്ത്രദൃഷ്ടിയിൽ പക്ഷേ ഈ ശിവലിംഗത്തിൽ വലിയ അത്ഭുതമൊന്നുമില്ല. അത് പ്രകൃതിയിലെ ഒരു സ്വാഭാവിക പ്രതിഭാസം മാത്രമാണ്. ഗുഹയിൽ ജലം ഇറ്റുവീണ് ഉറങ്ങിയ ശിവലിംഗത്തിൻ്റെ രൂപത്തിൽ കാണപ്പെടുകയാണ്. സ്വാഭാവിക സ്റ്റാലാഗ്മൈറ്റ രൂപീകരണമാണ് ഈ ലിംഗം. ഗുഹയുടെ മേൽക്കൂരയിൽ നിന്ന് തറയിലേക്ക് വീഴുന്ന വെള്ളത്തുള്ളികൾ അതിലൂടെയാണ് സ്റ്റാലാഗ്മൈറ്റ് രൂപപ്പെടുന്നത്. ഇതിനടുത്തുള്ള 2 ചെറിയ സ്റ്റാലാഗ്മൈറ്റുകളാണ് പാർവതിയെയും ഗണേശനെയും പ്രതിനിധീകരിക്കുന്നതായി കണക്കാക്കുന്നത്. ചുണ്ണാമ്പുകല്ലും ജിപ്സവും കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഇത്തരം ഗുഹകളിൽ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഇതുപോലുള്ള പ്രതിഭാസങ്ങൾ കാണാറുണ്ട്. പഹൽഗാമിൽ പാക് പിന്തുണയോടെ നടന്ന ഭീകരാക്രമണത്തിൽ മതം ചോദിച്ചായിരുന്നു കൊല നടന്നത്. എന്നാൽ ഹിന്ദുവും മുസ്ലിമും ഒന്നാകുന്ന ഇന്ത്യയുടെ നാനാത്വത്തിൽ ഏകത്വത്തിൻ്റെ കഥയാണ് അമർനാഥ് ക്ഷേത്രത്തിന് പറയാനുള്ളത്. ഈ തീർത്ഥാടനത്തിലുള്ള എല്ലാ സൗകര്യവും ചെയ്തു കൊടുക്കുന്നത് മുസ്ലിങ്ങളാണ്. ബദ്കൂദ് ഗ്രാമത്തിലെ മുസ്ലിങ്ങളാണ് അമർനാഥ് ക്ഷേത്രത്തിലെ വഴിപാടുകളുടെ 1/3 ഭാഗത്തിന് അവകാശികൾ. അമർനാഥിലേക്കുള്ള വഴി വെട്ടിത്തെളിച്ച് സുഗമമാക്കിയെടുക്കുന്നതിന് ബദ്കൂദിലെ ഇസ്ലാം മതക്കാർ ചെയ്ത പ്രയത്നങ്ങൾക്ക് പ്രതിഫലമായിട്ടാണ് ഈ അവകാശങ്ങൾ നൽകിയതെന്നാണ് ചരിത്രം. അത് ഇന്നും തുടർന്നു പോകുന്നുണ്ട്. അമർനാഥ് ഗുഹാക്ഷേത്രത്തിനകത്തായി മറ്റൊരു ചെറിയ ഗുഹയുണ്ട്. ഈ ഗുഹയ്ക്കകത്ത് നിന്നെടുക്കുന്ന ഒരുതരം വെളുത്ത പൊടി അമർനാഥിലെ വിഭൂതിയായി ഭക്തന്മാർക്ക് നൽകുന്നതിനുള്ള അവകാശം ബദ്കൂദ് ഗ്രാമത്തിലെ മുസ്ലിങ്ങൾക്കാണുള്ളത്. ഈ വെളുത്ത പൊടി കാൽസ്യം സൾഫേറ്റിൻ്റെയും കാൽസ്യം ക്ലോറൈഡിൻ്റെയും ഒരു മിശ്രിതമാണ്. അമർനാഥ് ഗുഹയുടെ പടിഞ്ഞാറ് വശത്തുകൂടി ഒഴുകുന്ന അമരഗംഗ എന്ന പുഴയിലാണ് ഭക്തന്മാർ സ്നാനം ചെയ്യുന്നത്. ഇതിൻ്റെ കരയിലുള്ള വെളുത്ത ഒരു പദാർത്ഥം തീർത്ഥാടകർ സ്നാനത്തിനു ശേഷം ശരീരത്ത് പൂശാൻ ഉപയോഗിക്കുന്നു. പുഴയിൽ കുളിച്ച ശേഷം ഈ പൊടി പൂശുന്നത് കൊണ്ട് കൊടിയ തണുപ്പിൽ നിന്ന് അവർക്ക് രക്ഷ കിട്ടുന്നു. ഇവിടെ കണ്ടുവരുന്ന പ്രാവുകളെ തീർത്ഥാടകർ ശിവനും പാർവതിയുമായിട്ടാണ് കണക്കാക്കുന്നത്. മറ്റ് പക്ഷികളൊന്നും കാണപ്പെടാത്ത കൊടും തണുപ്പിലും 2 പ്രാവുകൾ അവിടെയുള്ളത് ഒരു അത്ഭുതമാണ് എന്ന് പല സഞ്ചാരികളും എഴുതിയിട്ടുണ്ട്. അമർനാഥിൽ എത്തിച്ചേരാനുള്ള ഏറ്റവും അടുത്തുള്ള എയർപോർട്ട് ശ്രീനഗർ അന്താരാഷ്ട്ര വിമാനത്താവളമാണ്. അവിടെ നിന്ന് റോഡ് മാർഗം പഹൽഗാമിലേക്ക് അല്ലെങ്കിൽ ബാൽട്ടാൽ സോണാമാർഗിലേക്ക് യാത്ര ചെയ്യാം. ട്രെയിൻ മാർഗം പോകുമ്പോൾ ഏറ്റവും അടുത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ജമ്മു താവിയാണ്. ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കോ നേരിട്ട് പഹൽഗാം ബാൽത്താലിലേക്കോ ബസ്സുകളിലോ ടാക്സികളിലോ എത്തിച്ചേരാം. ജമ്മു, ശ്രീനഗർ, പഹൽഗാം, ബാൽത്താൽ എന്നിവിടങ്ങളിലേക്ക് ബസ്സുകളും ടാക്സികളും ലഭ്യമാണ്. പക്ഷേ ആർക്കും ടൂർ പോകാൻ പറ്റുന്നത് പോലെ വന്നു പോകാൻ കഴിയുന്നതല്ല ഈ പ്രദേശം. നേരത്തെ അമർനാഥ് യാത്രയ്ക്ക് ബുക്ക് ചെയ്യുന്നവർക്കാണ് പ്രവേശനമുള്ളത്. ഭാരതീയ സംസ്കാരത്തിൻ്റെ കളിത്തൊട്ടിലായ ഹിമാലയത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കാത്ത ഒരാളും ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അത്ര മനോഹരമാണ് ഈ മലകയറ്റം. നാലുപാടും മഞ്ഞ് പുതച്ച് കിടക്കുന്ന മലകളിലൂടെ പതുക്കെ നടന്നു കയറാം. ഓക്സിജൻ സിലിണ്ടർ അടക്കമുള്ള സുരക്ഷാ സൗകര്യങ്ങളെല്ലാമായാണ് യാത്രികർ നീങ്ങുന്നത്. മഞ്ഞുവഴുക്കലുമുള്ള ദുർഘട പാതയിൽ പലയിടത്തും അപകടങ്ങൾ പതിയിരിക്കുന്നുണ്ട്. കശ്മീരിലെ ജനങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല എങ്കിലും ലഷ്കർ ഇ തോയ്ബയും ജെയ്ഷെ മുഹമ്മദും അടക്കമുള്ള പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച ഭീകരരുടെ ഒരു കണ്ണ് എപ്പോഴും അമർനാഥ് തീർത്ഥാടനത്തിന് നേരെ ഉണ്ടായിരുന്നു. അതിന് ഏറ്റവും ഭീകരമായ രൂപം കണ്ടത് 2000-ലാണ്. 2000 ഓഗസ്റ്റ് 1-നും 2-നും നടന്ന അമർനാഥ് തീർത്ഥാടന ആക്രമണത്തിൽ 89-നും 105-നും ഇടയിൽ ആളുകൾ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്ക്. അനന്ത്നാഗ് ജില്ലയിലും ദോഡ ജില്ലയിലുമാണ് 5 വ്യത്യസ്ത ആക്രമണങ്ങളുണ്ടായത്. 62 പേർക്ക് പരിക്കേറ്റു. ഇതിൽ 32 പേർ 2000 ഓഗസ്റ്റ് 2-ന് പഹൽഗാമിലെ നുൻവാൻ ബേസ് ക്യാമ്പിൽ നടന്ന കൂട്ടക്കൊലയിൽ കൊല്ലപ്പെട്ടു. മരിച്ചവരിൽ 21 ഹിന്ദു തീർത്ഥാടകരും 7 പ്രാദേശിക മുസ്ലിം കടയുടമകളും 3 സുരക്ഷാ ഉദ്യോഗസ്ഥരും ഉൾപ്പെടുന്നുണ്ട്. കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും നിരായുധരായ സാധാരണക്കാരായിരുന്നു. ലോകത്തെ നടുക്കിയ കൂട്ടക്കൊലയെ തുടർന്ന് അന്നത്തെ ഇന്ത്യൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി പഹൽഗാം സന്ദർശിച്ചിരുന്നു. അന്നും പാകിസ്ഥാനിലേക്കാണ് ഈ കൊലയുടെ വേരുകൾ നീങ്ങിയത്. 2000 ഓഗസ്റ്റ് 1 കശ്മീരിന് മറക്കാൻ പറ്റാത്ത ദിവസമാണ്. അനന്ത്നാഗ് ജില്ലയിലെ മിർബസാർ, ഗാസിഗുണ്ടിലും സന്തു അച്ചബാലിലും നടന്ന സമാന ഭീകരാക്രമണങ്ങളിൽ ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള 27 കുടിയേറ്റ തൊഴിലാളികളാണ് കൊല്ലപ്പെട്ടത്. ദോഡ ജില്ലയിലെ ഒരു വിദൂര ഗ്രാമത്തിൽ പുലർച്ചെ നടന്ന ഭീകരാക്രമണത്തിൽ നിരായുധരായ 11 സാധാരണക്കാർ കൊല്ലപ്പെട്ടു. കുപ്വാരയിലെ ഒരു വിദൂര ഗ്രാമത്തിൽ കീഴടങ്ങിയ ഒരു ഇസ്ലാമിക തീവ്രവാദിയുടെ കുടുംബത്തിലെ 7 പേരെയും ഭീകരർ കൊന്നു. ദോഡ ജില്ലയിലെ കയാർ ഗ്രാമത്തിലെ വില്ലേജ് ഡിഫൻസ് കമ്മിറ്റി പട്രോളിംഗ് പാർട്ടി അംഗങ്ങൾക്ക് നേരെ തീവ്രവാദികൾ നടത്തിയ പതിയിരുന്ന ആക്രമണത്തിൽ 8 പേർ കൊല്ലപ്പെട്ടു. കശ്മീരിനെ സംബന്ധിച്ച് തീർത്തും രക്ഷരൂക്ഷിതമായ ദിനങ്ങളാണ് കടന്നുപോയത്. അതിനുശേഷമാണ് അമർനാഥ് തീർത്ഥയാത്രയ്ക്ക് ഇതിൻ്റെ സുരക്ഷ വർദ്ധിപ്പിച്ചത്. ഇന്ത്യൻ സൈന്യത്തിൻ്റെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് എല്ലാ വർഷവും അമർനാഥ് യാത്ര നടക്കാറുള്ളത്.
ഇത്തവണ പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ അമർനാഥ് യാത്രയ്ക്ക് സുരക്ഷ ഒരുക്കാൻ ഓപ്പറേഷൻ ശിവ 2025 ആരംഭിച്ചിരിക്കുകയാണ് ഇന്ത്യൻ സൈന്യം. ഓപ്പറേഷൻ സിന്ദൂറിനെ തുടർന്ന് പാകിസ്ഥാൻ പിന്തുണയുള്ള ഭീകരർ ഉയർത്തുന്ന ഭീഷണികൾ വർദ്ധിച്ച സാഹചര്യത്തിൽ ഈ വർഷത്തെ ഓപ്പറേഷന് കൂടുതൽ പ്രാധാന്യം സൈന്യം നൽകും. സിവിൽ അഡ്മിനിസ്ട്രേഷനുമായും കേന്ദ്ര സായുധ പോലീസ് സേനകളുമായും ഏകോപിപ്പിച്ച് നടത്തുന്ന ഈ ഓപ്പറേഷൻ യാത്രയുടെ വടക്കൻ തെക്കൻ റൂട്ടുകളിൽ ശക്തമായ സുരക്ഷാ സന്നാഹങ്ങളും ഒരുക്കുന്നുണ്ട്. ഡ്രോൺ ഭീഷണികൾ നിർവീര്യമാക്കാനുള്ള സാങ്കേതിക വിദഗ്ധരും ഇതിൻ്റെ ഭാഗമാണ്. സമഗ്രമായ സാങ്കേതിക ഉപകരണങ്ങളുടെ പിന്തുണയോടെ 8500-ലധികം സൈനികരെ ഭക്തർക്ക സുരക്ഷയ്ക്കായി വിന്യസിച്ചിട്ടുണ്ട്. തീവ്രവാദ വിരുദ്ധ ഗ്രിഡ്, അതുപോലെ തന്നെ പ്രതിരോധ സുരക്ഷാ വിന്യാസങ്ങൾ, ഇടനാഴി സംരക്ഷണ തന്ത്രങ്ങൾ എന്നിവ സജ്ജമാക്കിയിട്ടുണ്ട്. ഡ്രോൺ ഭീഷണികളെ നിർവീര്യമാക്കുന്നതിനുള്ള 50-ലധികം CUASകളും ഇലക്ട്രോണിക് യുദ്ധ സംവിധാനങ്ങളും ഉൾക്കൊള്ളുന്ന ഏരിയൽ സിസ്റ്റം ഗ്രിഡ് ഒരുക്കിയിട്ടുണ്ട്. ജമ്മുവിനും വിശുദ്ധ അമർനാഥ് ഗുഹയ്ക്കും ഇടയിലുള്ള യാത്ര വാഹന വ്യൂഹങ്ങളുടെ ചലനം ട്രാക്ക് ചെയ്യുന്നതിന് ഉയർന്ന റെസല്യൂഷനുള്ള പാൻ ടിൽറ്റ് സൂം ക്യാമറകളും ലൈവ് ഡ്രോൺ ഫീഡുകളും ഉൾപ്പെടെയുള്ള നൂതന നിരീക്ഷണ ഉപകരണങ്ങൾ, മെഡിക്കൽ കമ്മ്യൂണിക്കേഷൻ ടീമുകൾ എന്നിവയും നിലവിലുണ്ട്. പക്ഷേ ഇത്രയൊക്കെ സുരക്ഷ ഒരുക്കിയിട്ടും ഹൃദയാഘാതം വന്നും മഞ്ഞുമല ഇടിഞ്ഞും ഹിമക്കാറ്റിൽപ്പെട്ട് മരവിച്ചും ഒരുപാട് പേർ ഈ യാത്രയിൽ മരിച്ചിട്ടുണ്ട്. ഭക്തർക്ക് പക്ഷേ അത് ഒരു പ്രശ്നമല്ല. ഭഗവാൻ ശിവനെ തേടിയുള്ള യാത്രയിൽ മരിക്കുന്നത് ഒരു മോക്ഷമാർഗമായി അവർ കരുതുകയാണ്. എന്നാൽ ഹിമാലയത്തെ പ്രകൃതിയെ അറിയാനായി പോകുന്നവരുടെ കാഴ്ചപ്പാട് അങ്ങനെ ആകില്ല. അതുകൊണ്ട് തന്നെയാണ് അമർനാഥ് തീർത്ഥാടനത്തിന് മുൻപ് ഇതിൻ്റെ എല്ലാ അപകട സാധ്യതകളും അധികൃതർ അറിയിക്കുന്നത്. സ്വമനസാലെ ഇത്തരം ഒരു യാത്രയ്ക്ക് വരുന്നത് എന്ന സമ്മതപത്രം ഒപ്പിട്ടാലേ നിങ്ങൾക്ക് ഈ ഒരു മഹായാനത്തിൽ പങ്കെടുക്കാൻ കഴിയുകയുള്ളൂ. ആദ്യകാലത്ത് ഉത്തരേന്ത്യയിൽ നിന്ന് വരുന്ന തീർത്ഥാടകരൊക്കെയും തങ്ങളുടെ വിൽപ്പത്രമൊക്കെ എഴുതി വച്ചായിരുന്നു അമർനാഥ് യാത്രയ്ക്ക് എത്താറുള്ളതെന്ന് പോലും പറയപ്പെടുന്നുണ്ട്.